ഹലോ എനിമി ലവേഴ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ മാൻഹയുടെ 61, 62 എന്നീ 2 ചാപ്റ്റേഴ്സാണ്. സോ നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ 61ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ആർത്തർ ഒലിവർ ഹെമ്പറ്റിൻ്റെ അടുത്ത് എടുക്കുന്ന ഒരു രത്നം എടുത്തുകൊണ്ട് അത് നമ്മുടെ സമാന്ത ടെമ്പസിന് കൊടുക്കുന്നു. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഈ രത്നം നിൻ്റെ മാന്ത്രിക വടിയിൽ സ്ഥാപിച്ചോളൂ, ഇത് നിൻ്റെ രത്നത്തെക്കാൾ പവർഫുൾ ആയിട്ടുള്ള രത്നമാണ്. അപ്പോൾ നമ്മുടെ സമാന്ത ഓക്കെ എന്ന് പറയുന്നു. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ബ്രാൾഡ് പറയുന്നുണ്ട്, നോട്ട് പറഞ്ഞത് ശരിയാണ്, അടുത്ത സ്ഫോടനം ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോവാം. എന്നിട്ട് അവർ അവിടുന്ന് പോകുന്നു. അവർ പോകുന്ന വഴിയിൽ വീണ്ടും ആ പുഴു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ക്രിയോളും അതുപോലെ സമാന്തയും അവരുടെ വാട്ടർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എലീജ നൈറ്റ് അവൻ്റെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് എർത്ത് സർപ്പൻസിനെ ഉണ്ടാക്കിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രാൾഡ് അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എലീജയുടെ അറ്റാക്ക് ആ പുഴുവിന് ഒരു പോറൽ പോലെ ഏൽപ്പിക്കുന്നില്ല. സോ എന്നിട്ട് ബ്രാൾഡ് പറയുന്നുണ്ട്, ജാസ്മിൻ, റെജിനാൾഡ് നിങ്ങൾ എൻ്റെ കൂടെ വരൂ, നമുക്കൊരുമിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ റെജിനാൾഡ് ജാസ്മിനോട് പറയുന്നുണ്ട്, ജാസ്മിൻ നമുക്ക് ആ പുഴുവിൻ്റെ ശ്രദ്ധ തിരിക്കാം. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, റെജിനാൾഡ് ആ പുഴുവിൻ്റെ കണ്ണുകൾക്കിടയിലുള്ള സ്ഥാനം അവിടെ വേണം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ റെജിനാൾഡ് പറയുന്നുണ്ട്, ഓക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ബ്രാൾഡ് പറയുന്നുണ്ട്, നമുക്ക് ഈ അവസരത്തിൽ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ലൂക്കാസിനോ അല്ലെങ്കിൽ നോട്ടിനോ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരവസരം ലഭിക്കും, അതുകൊണ്ട് നമുക്കിതിനെ അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പേരും ആ പുഴുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലൂക്കാസ് ഇതൊക്കെ കണ്ടുകൊണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഈ വലിയാത്ത പുഴുവിനെ തോൽപ്പിക്കാൻ കൂടുതൽ ചൂടാവശ്യമാണ്, അതിനാൽ എൻ്റെ പവർ കൂടുതൽ ചൂടായിരിക്കണം. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ പിസ്റ്റൽ സ്റ്റാമ്പ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ പുഴുവിനെ അതിൻ്റെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവൻ ജാസ്മിനോട് പറയുന്നുണ്ട്, ജാസ്മിൻ ഇനി നിൻ്റെ സമയം. അപ്പോൾ ജാസ്മിൻ ആ പുഴുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അവളുടെ അറ്റാക്കോട് കൂടിച്ച് ആ പുഴു ഏകദേശം ഡിഫീറ്റായി. എന്നിട്ട് അത് തിരിച്ചു പോകുന്നുണ്ട്. സോ അപ്പോൾ ബ്രാൾഡ് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ സേഫ് ആണെന്ന് തോന്നുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാം. എന്നിട്ട് ബ്രാൾഡ് ജാസ്മിനോട് പറയുന്നുണ്ട്, ജാസ്മിൻ നീ ആ പുഴുവിനെ നന്നായി നേരിട്ടു, ഗുഡ് വർക്ക്. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, ഇത്രയും വലിയത്തൊരു പുഴുവിനെ പേടിപ്പെടുത്താൻ നമ്മൾ ഇത്ര മാത്രം അറ്റാക്ക് ചെയ്താൽ മതിയായിരുന്നോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടഞ്ചും കുലുങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ആ പുഴു നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നതല്ല, ആ പുഴു അടുത്ത സ്ഫോടനത്തിന് വേണ്ടിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിയോള് അവൻ്റെ വാട്ടർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് എലീജയെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ റെജിനാൾഡ് അവൻ്റെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബ്രാൾഡ് സമാന്തയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ജാസ്മിന് ആർത്തറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആർത്തർ ലൂക്കാസിനെ ശ്രദ്ധിക്കുന്നത്. ലൂക്കാസ് ആണെങ്കിൽ ആകെ പേടിച്ച് അവൻ്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ആ നിലത്ത് വീണ് കിടക്കുകയാണ്. അവൻ്റെ ചുറ്റും നല്ല ചൂടുവായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് അവനെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, വിടടാ എൻ്റെ കയ്യിൽ നിന്ന്, എത്ര രക്ഷിച്ചാലും ഇവൻ്റെ സ്വഭാവം മാറും തോന്നുന്നില്ല. അങ്ങനെ ഈ ഭൂമി കുലുക്കൊക്കെ മാറിയപ്പോൾ നമ്മുടെ ആർത്തർ ബ്രാൾഡിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഞെട്ടുന്നുണ്ട്, കാരണം നമ്മുടെ ബ്രാൾഡിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ ഇപ്പം നമ്മുടെ ക്രിയോള് ഒരു വാൾ ചൂടാക്കിയിട്ട് നമ്മുടെ ബ്രാൾഡിൻ്റെ കൈ മുറിഞ്ഞ സ്ഥലത്ത് വെക്കുന്നുണ്ട്. അവൻ്റെ വേദന കൊണ്ട് നിലവിളിക്കാതിരിക്കാൻ അവൻ്റെ വായിൽ ഒരു തുണി കെട്ടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് റെജിനാൾഡ് അവനെ പിടിക്കുന്നുണ്ട്. സോ നമ്മുടെ ആർത്തറാണെങ്കിൽ കുറച്ച് മാറുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സമാന്ത അവളുടെ വാട്ടർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ബ്രാൾഡിൻ്റെ മുറിവ് ഒന്ന് തണുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയോള് ആർത്തറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആർത്തറിന് ഒരു സാൻഡ്വിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കഴിച്ചോ, നിനക്ക് സന്തോഷമായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ആർത്തർ ആ സാൻഡ്വിച്ച് വാങ്ങുന്നുണ്ട്. അപ്പോൾ ക്രിയോള് പറയുന്നുണ്ട്, ഇവയാണ് എൻ്റെ പ്രത്യേക യാത്രാ സാൻഡ്വിച്ചുകൾ, ഞാൻ ഡെഞ്ചിയോൺ മിഷൻസിന് പോകുമ്പോൾ തളർന്നിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നതാണിത്. അപ്പോൾ ആർത്തർ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിയോള് പറയുന്നുണ്ട്, ഇത് ശരിക്കും എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാൻഡ്വിച്ചിൻ്റെ അകത്ത് ചീസ് ഉണ്ട്, ആ ചീസ് ശരിക്കും മെൽറ്റായാൽ നല്ല രസം അത് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ ചീസെല്ലാം മെൽറ്റാക്കുന്നു. അപ്പോൾ ക്രിയോള് പറയുന്നുണ്ട്, എൻ്റെ കൂടി ഒന്ന് മെൽറ്റാക്കി തരുമോ. അങ്ങനെ ഇവർ രണ്ടുപേരും ആ സാൻഡ്വിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ക്രിയോള് പറയുന്നുണ്ട്, എൻ്റെ ഫിയാൻസിയാണ് ഈ റെസിപ്പി കണ്ടെത്തിയത്, അവൾ നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഭാഗ്യവാനാണ് ഇതുപോലൊരു ഭാര്യയെ കിട്ടിയതിൽ, നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയ ഫുഡെല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയണം. അപ്പോൾ നമ്മുടെ ക്രിയോള് പറയുന്നുണ്ട്, ഞാൻ അവളോട് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും ഫുഡും കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ലൂക്കാസും ബ്രാൾഡും തല്ലുവിടുന്നത്. ലൂക്കാസ് പറയുന്നുണ്ട്, നിങ്ങളൊരു എ ക്ലാസ് ഓഗുമെൻ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഡെഞ്ചോൺ മിഷന് വേണ്ടി വന്നത്, ഇപ്പം നിങ്ങളുടെ കൈയും നഷ്ടപ്പെട്ടു, അതുമാത്രമല്ല നിങ്ങളുടെ ശ്രദ്ധാക്കുറവ് മൂലം നമുക്കൊരു
എമിറ്ററിനെ കൂടി നഷ്ടപ്പെട്ടു. അപ്പോൾ ബ്രാൾഡ് പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു പേടിത്തൊണ്ട മാത്രമാണ്. നീ നിൻ്റെ ആയുധം ഒരു വിഡ്ഢിയെ പോലെ വലിച്ചെറിഞ്ഞു, എന്നിട്ട് നീ നിലത്ത് വീണ് കിടന്നു. നിന്നെ നോട്ട് അവിടെ നിന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോഴും ജീവനുണ്ടാവില്ല. ആ നീയാണ് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നത്. എനിക്ക് ആ മോൺസ്റ്ററിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. നിന്നെ പോലെയല്ല. നിനക്ക് നിൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയില്ല. ഞാൻ സമാന്തയെ രക്ഷിക്കാൻ പോയ സമയത്ത് നീ നിൻ്റെ ഭാര്യയിൽ ഉപയോഗിച്ചുകൊണ്ട് ആ പുഴുവിനെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മൾക്കിപ്പോൾ ഈ അവസ്ഥ വരുമായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, മതി ലൂക്കാസ്, നീ നിന്റെ പണി നോക്ക്. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, എന്ത്, ഒരു ഓറഞ്ച് കോർ മാത്രമുള്ള ഓഗുമെൻ്റർ എന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നീ യെല്ലോ കോറോ സിൽവർ കോറോ അതോ നീ ഒരു ദൈവം തന്നെയാണെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. ഇപ്പം നീ ഓർക്കേണ്ട കാര്യം, നിൻ്റെ ജീവൻ ഞാനാണ് രക്ഷിച്ചത്. അത് നീ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ലൂക്കാസ് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ റെജിനാൾഡ് പറയുന്നുണ്ട്, ഞാനെൻ്റെ മുറിവുകളൊന്ന് ചികിത്സിക്കട്ടെ, അതുവരെ നീ വിശ്രമിക്കൂ. അപ്പോൾ നമ്മുടെ ആർത്തർ ബ്രാൾഡിനോട് പറയുന്നുണ്ട്, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം തീരുമാനിക്കണം. റെജിനാൾഡിന് കുറച്ച് പൊള്ളലേറ്റിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവർക്കൊന്നും അധികം പരിക്ക് പറ്റിയിട്ടില്ല. നിങ്ങളുടെ കാര്യമാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം, ഇനി യാത്ര തുടരണോ അതോ വേണ്ടയോ എന്ന്. അപ്പോൾ ബ്രാൾഡ് പറയുന്നുണ്ട്, ഞാൻ ഈ യാത്ര തുടരും. കാരണം ഇതെൻ്റെ അവസാനത്തെ ഡെഞ്ചോൺ മിഷനാണ്. ഞാൻ ഈ ഡെഞ്ചോൺ മിഷൻ്റെ അവസാനം വരെ പോകും. അപ്പോൾ സമാന്ത വയ്ക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒറ്റ കൈ വെച്ചുകൊണ്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യും? അപ്പോൾ ബ്രാൾഡ് പറയുന്നുണ്ട്, ഞാനൊരു AA ക്ലാസ് ഓഗുമെൻ്ററാണ്. ഞാൻ ആരെയും പിന്നോട്ട് വലിക്കില്ല. ഈ ഗ്രൂപ്പിനെ നോട്ട് നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പല അപ്രതീക്ഷിതമായ അറ്റാക്കുകളെയും നോട്ട് വളരെ ശാന്തമായി നേരിട്ടു. പിന്നെ അവനൊരു നേതാവാനുള്ള ഗുണമുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ശരി, എന്നാൽ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ യാത്ര തുടരാം. സോ അങ്ങനെ ഇവർ റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഇവരുടെ യാത്ര പിന്നെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയാത്ത വാതിൽ കാണുന്നുണ്ട്. ആ വാതിൽ കണ്ടിട്ട് ബ്രാൾഡ് പറയുന്നുണ്ട്, ഈ വാതിൽ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റെജിനാൾഡ് പറയുന്നുണ്ട്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കെന്തായാലും ഈ വാതിൽ പൊളിക്കാം. എന്നിട്ട് അവൻ അവൻ്റെ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ആ വാതിൽ പൊളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ വാതിലിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നമുക്കൊരുമിച്ചിട്ട് ഈ വാതിൽ പൊളിക്കാം. എന്നിട്ട് ജാസ്മിൻ്റെ വിൻഡ് മാജിക് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ റെജിനാൾഡ് അവൻ്റെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ടും ആ വാതിൽ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വേറൊരു ലോകത്തോട്ട് എത്തുന്നുണ്ട്. കുറേ ചെടികളും അതുപോലെ പൂക്കളുള്ള ഒരു മനോഹരമായ ലോകത്തേക്ക്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 62ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.